എന്താ ഇവിടെ? വാ ഇവിടെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ കൂടെ കിടക്കാവൂന്ന്? ഞാൻ ഇന്ന് സത്യയുടെയും വിഷ്ണുവച്ചന്റെയും കൂടെ കിടക്കുന്ന. വേണ്ടെന്നല്ലേ പറഞ്ഞത്? പപ്പി, നിന്നോട് ഞാൻ വരാനാ പറഞ്ഞത്. എടി, അവളിവിടെ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ ശ്യാമേ. വേണ്ട, എന്റെ കൊച്ച് എന്റെ കൂടെ കിടന്നാ മതി. പപ്പി, ഇല്ല, ഞാൻ വരൂല. പപ്പി, നല്ല ചുട്ട അടി തരും കേട്ടോ. വരാൻ. അവൾ ഇവിടെ കിടക്കുന്ന വെച്ചാൽ കിടക്കട്ടെ. അവളെ പിടിച്ചോണ്ടാവണമെന്ന് ഞാൻ സമ്മതിക്കില്ല. പപ്പി ഇവിടെ കിടക്കട്ടെ ശ്യാമാൻറ്റി. പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. പപ്പി, ദേ നീ വരുന്നുണ്ടോ ഇല്ലയോ? എന്റെ നിർബന്ധം പിടിക്കുന്നേ. അവര് ഇഷ്ടമുള്ളടത്ത് കിടക്കട്ടെന്ന്. ഇതേ എന്റെ മോള, അവൾ എന്റെ കൂടെ കിടന്നാ മതി. പപ്പി, വാ ഇവിടെ വന്നേ. ഇവിടെ കിടക്കട്ടെ ശ്യാമാൻറ്റി. എല്ലാവരും എല്ലാവരുടെ മക്കളല്ലേ, എന്തിനാ ഒരു വേർതിരിവ് കാണിക്കുന്നേ? ശാലിയുടെ കൂടെ കിടന്നാലും ശ്യാമയുടെ കൂടെ കിടന്നാലും എല്ലാം തുല്യമല്ലേ? നിങ്ങളൊരു അമ്മയുടെ മക്കളല്ലേ? ഈ പപ്പി സത്യൊക്കെ നിങ്ങളുടെ മക്കളും മോളും ഒക്കെ അല്ലേ? അല്ല, ഇതെന്റെ മോള് മാത്രം. എന്റെ മോള് മാത്രം. എന്റെയും രോഹിത്തിന്റെയും മോളാ. എന്റെ പപ്പിക്ക് ഒരാളും അവകാശവാദമായിട്ട് വരണ്ട. വന്നോ ഞാൻ ചത്തുകളയും. നീ വാ. അമ്മ, ഞാൻ ഇവിടെ കിടക്കാം. അമ്മ, വീട് ഇവിടെ അമ്മ. വരാൻ. അമ്മ, ഞാൻ ഇവിടെ കിടക്കാം. അമ്മ. ഭഗവാനെ, ഇവരെന്തൊക്കെയാ ഈ ചിന്തിക്കുകയും പ്രവൃത്തിയൊക്കെ ചെയ്യുന്നേ? ഇവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോ. പ്രായമായതുണ്ടാവും. എന്നാ പിന്നെ ഇപ്പൊ നിങ്ങൾ കിടക്ക്. ഇനി മറ്റൊന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ചില സമയത്തെ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാവും.